നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പിണറായി വിജയനെ കഴിഞ്ഞ കുറേ നാളുകളായി പിണറായി വിജയൻ ഏതെങ്കിലും പരിപാടി ഉദ്ഘാടനം ചെയ്താലോ, പിണറായി വിജയൻ ആരെയെങ്കിലും പോയി കണ്ടാലോ, ആരെങ്കിലും രോഗമായവരെ കണ്ടാലോ ഒക്കെ അവർ ഉടനെ തന്നെ മരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും സോഷ്യൽ മീഡിയ അടക്കം മാൻഡ്രേക്ക് എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിണറായി വിജയനെ കളിയാക്കാറുണ്ട്. ഏതായാലും കഴിഞ്ഞ കുറേ നാളുകളായി തെരഞ്ഞെടുപ്പ് രംഗത്ത് നോക്കിയാലും പിണറായി വിജയൻ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ കൈപിടിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് കൊണ്ടുവന്നാൽ, ആ പ്രചരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്താൽ അവരൊക്കെ തോറ്റ് തൊപ്പിയിടുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ പൂർവാധികം ശക്തിയോടെ തുടർഭരണം നേടിയ പിണറായി വിജയനെ തൊട്ടതെല്ലാം പിഴയ്ക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2021 തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് സമാനതകളില്ലാത്ത വിജയം ആവർത്തിച്ചുകൊണ്ട് വീണ്ടും പിണറായി വിജയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വെന്നിക്കൊടി പാറിക്കുകയായിരുന്നു. എന്നാൽ അതിനുശേഷം പിണറായി വിജയന് വലിയ അഹന്തയായോ എന്ന സംശയം ജനങ്ങൾക്കിടയിൽ ഉണ്ടായി. മാത്രമല്ല, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്വജനപക്ഷപാതിയായി. ആദ്യമായി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്ന അദ്ദേഹത്തിന്റെ മരുമകൻ മുഹമ്മദ് റിയാസിനെ അദ്ദേഹം മന്ത്രിയായി മാറ്റി. അതോടുകൂടി യുവ നേതാക്കളെല്ലാം തന്നെ വലിയ പിണക്കത്തിലായി. വർഷങ്ങളായി പൊതുപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന, വർഷങ്ങളായി ഈ സംഘടനകളുമായി ഒക്കെ ബന്ധപ്പെട്ട ചെറുപ്പം മുതൽ നേതാക്കന്മാരായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പലരും പിന്തഴയപ്പെട്ടു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ പിന്നീട് കണ്ടതെല്ലാം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അത്ര ആശ്വാസകരമായ വാർത്തകളായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം സിൽവർ ലൈൻ എന്ന ആവശ്യവുമായി മുന്നോട്ട് പോയ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വീടുകൾടെ നടുക്ക് പോലും കുറ്റിയടിച്ച് ഉടൻ തന്നെ സിൽവർ ലൈൻ വരും എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രകടനം നടത്തുകയും ഉദ്യോഗസ്ഥന്മാരെല്ലാം മഞ്ഞ കുറ്റികളുമായി വീടാന്തരം കയറി ഇറങ്ങുകയും ഒക്കെ ചെയ്തു. അത് ജനങ്ങളെ ഏവരെയും വലിയ ദേഷ്യത്തിലാക്കി. നമുക്കറിയാം, ശബരിമല സമരം നടന്നപ്പോൾ പോലും ദേഷ്യപ്പെടാതിരുന്ന, അല്ലെങ്കിൽ പിണറായിയുടെ വോട്ട് ബാങ്ക് ആയിരുന്ന ആൾക്കാർക്ക് പിണറായിയോട് എതിർപ്പില്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോഴും വലിയ വിജയം ആവർത്തിക്കാൻ CPM-ന് കഴിയുമ്പോഴും സ്വന്തം നിലനിൽപ്പ് പോലും, മറ്റേത് ഭക്തിയാണല്ലോ, ഇത് നിലനിൽപ്പാണല്ലോ, സ്വന്തം നിലനിൽപ്പ് പോലും തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ചില വീടുകളുടെ നടുക്കൂടൊക്കെ അലൈൻമെന്റും അതുപോലെ തന്നെ വീടുകളുടെ നടുക്ക് കുറ്റിയിടുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതോടുകൂടെ ജനങ്ങൾ CPM-ന് വിരുദ്ധരാകാൻ തുടങ്ങി. അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പും തെരഞ്ഞെടുപ്പുകളിലെല്ലാം വലിയ രീതിയിൽ പരാജയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിന്നീടുണ്ടായ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ CPM-ന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നീട് വന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ക്യാപ്റ്റനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത സ്ഥാനാർത്ഥികളുടെ കൈപിടിച്ച സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്നിട്ടാണ്. ഈ സ്ഥാനാർത്ഥികളെല്ലാം തോറ്റുപോകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 24ഓളം സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ തോറ്റിട്ടുള്ളത്. ആകെ വിജയിച്ചത് 2 പേർ മാത്രമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം, അതായത് 2021 ഈ പ്രശ്നങ്ങൾക്ക് ശേഷം പിന്നീട് വന്ന ഉപതെരഞ്ഞെടുപ്പ് തൃക്കാക്കരയിലേതായിരുന്നു. തൃക്കാക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിൽ ജോസഫ് എന്ന സ്ഥാനാർത്ഥിയെ പിണറായി വിജയൻ കൈപിടിച്ചുയർത്തിയാണ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കൊണ്ടുവന്നത്, തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഉദ്ഘാടനം നിർവഹിച്ചത്. ആ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലില്ലാത്ത വിധം ഉമാ തോമസ് വലിയ ഭൂരിപക്ഷത്തിൽ, അവിടെ ഒരു ചെറിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് വലിയ ഭൂരിപക്ഷമാക്കിക്കൊണ്ടാണ് ഉമാ തോമസ് അവിടെ വിജയിച്ചു കയറിയത്. അപ്പോൾ തന്നെ പിണറായി വിജയന്റെ ധാർഷ്ട്യത്തിനും അഹങ്കാരത്തിനും ഒക്കെ ഏറ്റ തിരിച്ചടിയായി. അന്ന് മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ പറഞ്ഞ 99 സീറ്റിൽ ഞങ്ങൾ വിജയിച്ചിരുന്നു, ഒരു സീറ്റ്, അടുത്ത സീറ്റ് കൂടിയാകുമ്പോൾ 100 ആകുമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ ആത്മവിശ്വാസത്തോടെ, നമുക്കറിയാം പിണറായി വിജയൻ ക്യാമ്പ് ചെയ്ത് സെക്രട്ടേറിയറ്റിലെ പ്രവർത്തനങ്ങൾ പോലും ഒരുപക്ഷെ തൃക്കാക്കരയിലേക്ക് കേന്ദ്രീകരിച്ചൊക്കെ നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം, ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനും യാതൊരു ഗുണവും ഉണ്ടായില്ല. അവിടെ 25,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അവിടെ ഉമാ തോമസ് ജയിച്ചത്. അടുത്ത തെരഞ്ഞെടുപ്പ് 2023 പുതുപ്പള്ളി തെരഞ്ഞെടുപ്പായിരുന്നു. പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം, ഇതുപോലെ തന്നെ ജെയ്സി തോമസിനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കി. ഈ നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ സ്വരാജിന് പറ്റിയതുപോലെ തന്നെ നിരന്തരം തോക്കുന്ന ഒരു സ്ഥാനാർത്ഥി, നിരന്തരം CPM-ന് വേണ്ടി വായിട്ട് അലയ്ക്കുന്നുണ്ടെങ്കിലും ഒരു ഗുണവും, ജനങ്ങൾക്ക് കൂടുതൽ ഒരു കോമാളി വേഷത്തിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ജെയ്സി തോമസിനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയെ വീണ്ടും അവിടെ ജയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തിറക്കി. എന്നാൽ ചാണ്ടി ഉമ്മൻ അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. ഏതാണ്ട് 37,719 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അന്ന് ചാണ്ടി ഉമ്മൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. അവിടെയും ചെറിയ മാർജിനിലായിരുന്നു അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിലുള്ള പരാജയമെങ്കിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു ജെയ്സി തോമസിന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് വന്നത് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 മണ്ഡലങ്ങളിലും LDF സ്ഥാനാർത്ഥിയുടെ കൈപിടിച്ചുയർത്തി തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്ത പിണറായി വിജയനായിരുന്നു. അവിടെയും ആ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമ്പോഴൊക്കെ പിണറായി വിജയൻ ഈ സ്ഥാനാർത്ഥികളെ കൊണ്ടുവരുന്നതും
കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നതും ആ ഉദ്ഘാടനം ചെയ്യുമ്പോൾ സ്ഥാനാർത്ഥികളുടെ കൈപിടിച്ച് അവിടേക്ക് വരികയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പക്ഷേ അവിടെയും ലോക്സഭയിൽ ഒരാൾ മാത്രമാണ് വിജയിച്ചത്. ആലത്തൂരിൽ നിന്നും കെ രാധാകൃഷ്ണൻ മാത്രമാണ് വിജയിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ആകെ ഇപ്പോൾ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്നതിൽ ഒരാൾ മാത്രമാണ് വിജയിച്ചത്. അപ്പോൾ തന്നെ ഇതിനു മുമ്പ് തൃക്കാക്കരയിലും അതുപോലെ തന്നെ പുതുപ്പള്ളിയും 19 കൂടിയായപ്പോൾ 19 ലോക്സഭാ സീറ്റ് കൂടിയായപ്പോൾ 21 പേർ അപ്പോൾ തന്നെ ആയിക്കഴിഞ്ഞു. നമുക്കറിയാം അതിനുശേഷം പിന്നീട് വന്നത് പാലക്കാട്, ചേലക്കര, വയനാട് തെരഞ്ഞെടുപ്പുകളാണ്. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഇതേപോലെ തന്നെ സരിനെ സ്ഥാനാർത്ഥിയാക്കുന്നു. സരിന് വേണ്ടി പിണറായി വിജയൻ കളത്തിലിറങ്ങുന്നു. അവിടെയും വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്നു. വലിയ ഭൂരിപക്ഷത്തിൽ സരിൻ 3ാം സ്ഥാനത്തേക്ക് പോലും എത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവിടെയും പരാജയം ഉണ്ടാകുന്നു. അതിനുശേഷം ഉണ്ടായത് ചേലക്കരയിലെ തെരഞ്ഞെടുപ്പാണ്. ഒരു ആശ്വാസ വിജയം കിട്ടിയത് ചേലക്കരയിൽ മാത്രമാണ്. ചെറിയ ഭൂരിപക്ഷം 3-1 കുറഞ്ഞെങ്കിൽ പോലും ചെറിയ ഒരു മാർജിനിൽ ജയിക്കാൻ അവിടെ സാധിച്ചു എന്നുള്ളത് മാത്രമാണ് പിന്നീടുണ്ടായ ഒരു ആശ്വാസ ജയം. പിന്നെ വയനാട്ടിലെ കാര്യം പറയുകയേ വേണ്ട. വയനാട്ടിൽ ഏതാണ്ട് 3-3.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധി ജയിച്ചു കയറുകയായിരുന്നു. നമുക്കപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം കണക്ക് കൂട്ടുമ്പോൾ ഏതാണ്ട് 24 തെരഞ്ഞെടുപ്പുകൾ, അതായത് ലോക്സഭയും നിയമസഭയും ഒക്കെ ചേർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ 26 സ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 24 സ്ഥാനാർത്ഥികളും ഇപ്പോൾ അവസാനം എം സ്വരാജ് കൂടി നിലമ്പൂരിലേക്ക് ആയതോടുകൂടി 26 സ്ഥാനാർത്ഥികളിൽ 2 സ്ഥാനാർത്ഥികൾ മാത്രമാണ് ആകെ പിണറായി വിജയന്റെ കാലത്ത് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം പിണറായി വിജയൻ കൈപിടിച്ചുയർത്തിയ സ്ഥാനാർത്ഥികളെല്ലാം അമ്പെ തോറ്റ് പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏതായാലും പിണറായി വിജയന്റെ കൈപ്പത്തിക്ക് ഗുണകരമാകുന്നുണ്ടോ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.